യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാൻ അബിൻ വർക്കി അർഹനായിരുന്നുവെന്നാണ് ചാണ്ടി ഉമ്മൻ MLA പറയുന്നത്. താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്നയാളാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അബിനെ കൂടി പരിഗണിച്ചു വേണമായിരുന്നു മുന്നോട്ട് പോകാൻ. നാഷണൽ ഔട്ട്റീച്ച് സെല്ലിൽ നിന്ന് തന്നെ പുറത്താക്കിയത് ഒരു വാക്ക് പോലും ചോദിക്കാതെയാണെന്നും തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു. അതേസമയം അബിൻ വർക്കിയെ ഒതുക്കിയോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ രമേശ് ചെന്നിത്തലയും നേരത്തെയും തയ്യാറായില്ല. അബിൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള, വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. നാച്ചുറൽ ജസ്റ്റിസിന്റെ കാര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്തവർക്ക് സ്വാഭാവികമായിട്ട് വിഷമം കണ്ടേക്കാം. എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടാക്കിയ കാര്യമാണ്. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. അവരുടെ സാഹചര്യം ഞാൻ ഇപ്പൊ വിശദമാക്കുന്നില്ല. പക്ഷെ ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും. അതിന് ഞാനൊരു വിവാദത്തിലില്ല. ഇലക്ഷൻ കഴിയട്ടെ. അബിൻ വർക്കിയുടെ വിഷയം ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഈ അബിനെ തടഞ്ഞുകൊണ്ട് ജനീഷിനെ തെരഞ്ഞെടുത്തതിൽ അദ്ദേഹത്തിന് പേഴ്സണലിയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് പരമായോ അദ്ദേഹത്തിന് കാര്യമായ ഒരു അതൃപ്തി ഉണ്ട് എന്ന് പ്രകടമാക്കുന്നുണ്ടോ? രണ്ടാമത്തെ വിഷയം സൂചിപ്പിച്ചത് എന്താണ് അദ്ദേഹം? സൈഫുദ്ദീൻ, ചാണ്ടി ഉമ്മൻ പറയുന്നത് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ അർഹതയുള്ള ആളാണ്. അതോടൊപ്പം താഴെത്തട്ടിൽ പ്രവർത്തിച്ച് പ്രവർത്തന പരിചയമുള്ള ആളാണ്. അബിൻ വർക്കിയെ ആരെങ്കിലും ഒതുക്കിയോ എന്നുള്ള കാര്യത്തിൽ തനിക്കുണ്ടായ മുൻ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത്. നാഷണൽ ഔട്ട്റീച്ച് സെല്ലിന്റെ ചുമതലയിൽ നിന്നും തന്റെ പിതാവിന്റെ ചരമദിനത്തിൽ തന്നെ പുറത്താക്കി. അതൊരു കൃത്യമായ അറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ല. അക്കാര്യമൊക്കെയും പിന്നീട് ഞാൻ അംഗീകരിക്കുകയായിരുന്നു എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. എന്തായാലും പാർട്ടി തീരുമാനം വന്നു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ അക്കാര്യങ്ങൾ അംഗീകരിക്കണം. പക്ഷേ അബിന്റെ കാര്യത്തിൽ ഉണ്ടായത് തികച്ചും സങ്കടകരമായ കാര്യമാണ് എന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വിവാദ വിഷയങ്ങളിൽ അധികം പ്രതികരണത്തിനില്ല. പ്രത്യേകിച്ച് നാഷണൽ ഔട്ട്റീച്ച് സെല്ലിന്റെ ചുമതലയിൽ നിന്നടക്കം നീക്കിയ കാര്യങ്ങളിൽ തനിക്ക് മറുപടിയുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. എന്തായാലും നിലവിലെ മുൻപുണ്ടായിരുന്ന സംസ്ഥാന നേതൃത്വവുമായി അത്ര സുഖത്തിലല്ലായിരുന്നു ചാണ്ടി ഉമ്മൻ. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന അധ്യക്ഷനായുള്ള സംസ്ഥാന നേതൃത്വത്തോട് ചാണ്ടി ഉമ്മന് അത്ര യോജിപ്പുണ്ടായിരുന്നില്ല. അതിൽ പല ആവർത്തി അത്തരം കാര്യങ്ങൾ അതൃപ്തി ചാണ്ടി ഉമ്മന് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അബിൻ വർക്കിയെ ഉൾപ്പെടെയുള്ള പല ആളുകളോടും ചാണ്ടി ഉമ്മന് ആഭിമുഖ്യമുണ്ടായിരുന്നു. കൂടാതെ JS അഖിൽ എന്ന ചാണ്ടി ഉമ്മന് അനുകൂലിയായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴുള്ള പുനഃസംഘടനയിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട് ചാണ്ടി ഉമ്മൻ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിയിലാണ്. പുതുപ്പള്ളി കല്ലറയിൽ അല്പസമയത്തിനകം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ OJ ജനീഷ് സംസ്ഥാന അധ്യക്ഷൻ എത്തുന്നുണ്ട്. കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുന്നതിനായി ഈ സമയം ചാണ്ടി ഉമ്മൻ ഉണ്ടാകുമോ എന്നതാണ് ഏവരും മുറ്റി നോക്കുന്നത്. എന്തായാലും ഈ അതൃപ്തി ഈ സമയത്ത് ചാണ്ടി ഉമ്മൻ പ്രകടിപ്പിക്കുമെന്നതാണ് ഏവരും മുറ്റു നോക്കുന്നത്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ചാണ്ടി ഉമ്മൻ നേരത്തെ അറിയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഇന്ന് രാവിലെ കോട്ടയത്തുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായാണ് രമേശ് ചെന്നിത്തല കോട്ടയത്തെത്തിയത്. വലിയ റാലിയും വലിയ പങ്കാളിത്തത്തോടു കൂടി ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം രമേശ് ചെന്നിത്തലയോടും ഈ അബിൻ വർക്കിയെ ഒതുക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ അബിൻ വർക്കിയെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം തേടി. അതിൽ മറുപടിയില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാതെ അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത്. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേകിച്ച് ഗ്രൂപ്പിന് വലിയ രീതിയിൽ അബിൻ വർക്കിയെ ഒതുക്കി എന്നുള്ളൊരു വികാരമുണ്ട്. അത്തരം നേതാക്കൾ അത്തരം കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു പൊതുവേദിയിൽ വെച്ച് തന്നെ അടുത്ത സംസ്ഥാന പ്രസിഡന്റ് ആരാണെന്ന ചോദ്യത്തിന് അബിൻ വർക്കിയെ ചൂണ്ടിക്കാണിച്ചായിരുന്നു രമേശ് ചെന്നിത്തല മറുപടി പറഞ്ഞതുപോലും. ആ ഒരു ഘട്ടത്തിലാണ് അബിൻ വർക്കിയെ ദേശീയ നേതൃത്വത്തിലേക്ക് വിടുന്നത്. അതിലൊക്കെയും വളരെ അതൃപ്തി ഗ്രൂപ്പിനുണ്ട്. എന്തായാലും ചാണ്ടി ഉമ്മന്റെയും രമേശ് ചെന്നിത്തലയുടെയും വാക്കുകളിൽ ഇപ്പോഴുള്ള സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി വ്യക്തമാണ്. എന്തായാലും അല്പസമയത്തിനകം OJ ജനീഷ് പുതുപ്പള്ളിയിൽ എത്തുമ്പോൾ ചാണ്ടി ഉമ്മൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നതാണ് ഉറ്റുനോക്കുന്നത്. ശരി ജോസ്.